പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സാഹചര്യങ്ങൾ ഇങ്ങനെ നീറിപ്പുകയുകയാണ്. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ ചിത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. 3 ദിവസത്തിനുള്ളിൽ കരാറിലെത്തിയില്ലെങ്കിൽ ഇറാൻ കടുത്ത ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഏതു സമയവും ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും പറയുന്നു. അതേസമയം US സർപ്രൈസ് ഒരുക്കി കാത്തിരിക്കുകയാണെന്നും വീണ്ടും യുദ്ധമുണ്ടായാൽ സർപ്രൈസ് കാണാമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. MCA നാസർ വിശദാംശങ്ങളുമായി ചേരുന്നു. MCA, ഗുഡ് മോർണിംഗ്. MCA, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇല്ല എങ്കിൽ കൂടിയും ഏത് നിമിഷവും ഉരുണ്ടുകൂടാവുന്ന ഒരു യുദ്ധ സാഹചര്യത്തിൻ്റെ മുൾമുനയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഏത് സമയം അതുണ്ടാകും എന്ന ഒരു ആശങ്കയിലായിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങൾ, മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? അതിനെ ഇറാൻ എങ്ങനെയാണ് കാണുന്നത്? ഒരു യുദ്ധത്തിലേക്ക് വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ എത്രത്തോളം ഉണ്ട്? ഇറാൻ പറയുന്ന ഈ സർപ്രൈസ്, അതിൻ്റെ സൂചനകൾ എന്താണ്? സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിരന്തരമെന്നോണം നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചതായിരിക്കും ഒരു മുന്നറിയിപ്പ്, നിർദ്ദേശങ്ങൾ നൽകുന്നു, സമയപരിധി നിശ്ചയിക്കുന്നു, അതിനുള്ളിൽ തന്നെ ഒരു കരാറിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുന്നു, മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കം തുടരുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങളുമായിട്ട് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് പോകുന്നത്. ഇതിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതല്ല എങ്കിൽ ഈ ചർച്ചയൊക്കെയും ഒരു പ്രഹസനം മാത്രമാണ്. ഏത് നിമിഷവും തങ്ങളുടെ തലക്ക് മുകളിലേക്ക് ഇരമ്പിയെത്തുന്ന ഒരു യുദ്ധത്തിന്റെ കർമ്മേകമുണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇറാനും നിലയുറപ്പിച്ചിരിക്കുന്നത്. കാരണം രണ്ടു കൂട്ടർക്കും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകളിലേക്ക് വരാൻ ഇനിയും സാധിച്ചിട്ടില്ല. പാക് ആഭ്യന്തരമന്ത്രി 3 ദിവസത്തോളം തെഹ്റാനിൽ തങ്ങുകയും നേതാക്കളുമായിട്ട് പുതിയ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെയും അമേരിക്കയെ പാകിസ്ഥാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒട്ടും തൃപ്തനല്ല ട്രംപ് എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണം വ്യക്തമാക്കുന്നത്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് അദ്ദേഹം തന്റെ റിപ്പബ്ലിക്കൻ പ്രതിനിധികൾക്ക് ഇന്നലെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് ഏത് രീതിയിലായിരിക്കും യുദ്ധം അവസാനിപ്പിക്കുക? ഒന്നുകിൽ കരാർ വരും, അതല്ലെങ്കിൽ സൈനികമായിട്ടുള്ള നടപടിയിലൂടെ ഇറാനെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് തുടരുന്നത്. അതോടൊപ്പം ഇസ്രായേൽ നേതൃത്വവും അമേരിക്കയുമായിട്ടും ഇന്നലെ രാത്രിയും തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു രമ്യമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്നാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ വൃത്തങ്ങൾ, പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഹോർമുസിന്റെ കടലിടുക്കിന് മേൽ തങ്ങൾക്കുള്ള പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ഒരു നിലക്കും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഒരു അതോറിറ്റിക്ക് തന്നെ ഇറാൻ രൂപം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ആ പ്രക്രിയ പൂർണ്ണമായിട്ടും നിർത്തിവെക്കാനാവില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു നിലക്കും ഇറാൻ അമേരിക്കയ്ക്ക് കൈമാറുകയില്ല എന്നുകൂടി ഇറാനും വ്യക്തമാക്കുന്നു. അപ്പം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരുമിച്ച് പോകാവുന്ന ഒരു സമവായത്തിന്റെ ഫോർമുല ഈ രാജ്യങ്ങളൊക്കെ ഇടപെട്ടിട്ടും ഇനിയും രൂപപ്പെട്ടിട്ടില്ല. രണ്ടു കൂട്ടരും തങ്ങളുടേതായിട്ടുള്ള നിലപാട് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2-3 ദിവസം കൂടി ഇറാന് നൽകും. അതിന് മുമ്പ് തന്നെ ഒരു കരാറിൽ എത്തണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. ഇപ്പം 3 ഗൾഫ് രാജ്യങ്ങൾ, UAE, ഖത്തർ, സൗദി അറേബ്യ, ഈ 3 രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നലെ നടക്കേണ്ടിയിരുന്ന പുനരാക്രമണം താൻ നിർത്തിവെച്ചത്, അല്ലെങ്കിൽ നിർത്തിവെക്കാൻ പെന്റഗണിനോട് നിർദ്ദേശിച്ചത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ വ്യക്തമാക്കിയത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു തീർപ്പിലേക്ക് എത്തുക എളുപ്പമല്ല എന്ന് ഖത്തർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ സമയം വേണ്ടിവരും, ചർച്ചകൾ വേണ്ടിവരും. കാരണം 2015 വൻശക്തി രാജ്യങ്ങളുമായിട്ട് ഇറാൻ ഒരു കരാറിലെത്താൻ 18 മാസമാണ് ചർച്ച നടന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ പൊടുന്നനെ 2-3 ദിവസം കൊണ്ട്, ഒരാഴ്ചകൾ കൊണ്ട് ഈ പ്രതിസന്ധി തീരുകയില്ല എന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇനിയും ഇളവുകൾ നൽകുമോ, കൂടുതൽ സമയം കരാറിലെത്തണമെന്ന് അമേരിക്ക പറയുമ്പോൾ കരാറിലേക്ക് എങ്ങനെ എത്താൻ കഴിയുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഞങ്ങൾ സർപ്രൈസ്, യുദ്ധം പുനരാരംഭിച്ചാൽ ഞങ്ങളുടെ ഭാഗത്തും സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് ഒരുക്കി കാത്തിരിക്കുകയാണെന്ന പ്രകോപനപരമായൊരു മറുപടിയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 ദിവസം നൽകിയാലും അതിൽ കൂടുതൽ നൽകിയാലും ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണോ ഇറാനുള്ളത്? ഇസ്രായേലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട് എന്താണ് യുദ്ധം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ?
സൈഫുദ്ദീൻ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇന്നലെയും വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ IRGC നേതൃത്വവും വ്യക്തമാക്കുന്നത് ഒരു ആക്രമണം അടിച്ചേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിനെ അതിശക്തമായിട്ട് ചെറുക്കാനുള്ള കരുത്ത്, പ്രാപ്തി, അതിനുള്ള സൈനിക സംവിധാനങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. അതുമാത്രമല്ല, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അല്പം മുമ്പ് നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് നേരത്തെ നടന്ന യുദ്ധത്തിലൂടെ ലഭ്യമായിരിക്കുന്ന കുറെ അനുഭവ പാഠങ്ങൾ തങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, ഇനിയും പുറത്തെടുക്കാത്ത നിരവധി ആയുധങ്ങൾ, ഒരുപക്ഷെ വിസ്മയം ജനിപ്പിക്കുന്ന ആയുധങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു ദീർഘകാല യുദ്ധത്തിനാണ് അമേരിക്ക ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ വലിയ വിലയൊടുക്കേണ്ടി വരും. കാരണം തങ്ങളുടെ നാവികസേനയും തങ്ങളുടെ സൈനിക മുന്നൊരുക്കങ്ങളും അത്രമാത്രം ശക്തമാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ നൽകുന്നത്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? കാരണം ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് അമേരിക്കൻ നേതൃത്വവും ആശങ്കയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. കാരണം കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനും അവിടെ സ്ഥിരമായിട്ടുള്ള സൈനിക സംവിധാനം നിലനിർത്തുക എന്നത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ സൈനിക മുന്നൊരുക്കങ്ങൾ മാത്രം പര്യാപ്തമാകില്ല എന്ന് പെന്റഗൺ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം ആകെ ചെയ്യാൻ പറ്റുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തി ഇറാനെ വീണ്ടും കരാറിനെ പ്രേരിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ ആകട്ടെ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് തുടരുന്നത്. കാരണം ലെബനാനിൽ നിരന്തരമായിട്ടുള്ള ആക്രമണം തുടരുന്നത് പോലും ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു നിലക്കും ഒരു കരാറിലേക്ക് എത്തിച്ചേരരുതെന്ന ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ടാണ്. അതുമാത്രമല്ല, സൗദിക്കും UAEക്കും നേരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ അതിന്റെ ഉറവിടം ഇറാഖാണെന്ന് രണ്ട് രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ദുരൂഹമായിരിക്കുന്ന ഈ ആക്രമണ പരമ്പരകൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ ഇസ്രായേൽ കേന്ദ്രമായിട്ട് അമേരിക്കയെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ നേരിടാൻ ഹോർമുസിനെ വലിയൊരു ആയുധമാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് ഒരുങ്ങാനുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് വലിയ വിലയൊടുക്കേണ്ടി വരുന്നത് ഈ രാജ്യങ്ങൾക്കും ഈ മേഖലയ്ക്കും മാത്രമായിരിക്കും. അമേരിക്കയേക്കാൾ കൂടുതൽ ഇത് ആശങ്കപ്പെടുത്തുന്നത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ്. കാരണം നേരത്തെ 2 മാസത്തോളം നീണ്ടുനിന്ന ആക്രമണത്തിലും വലിയ തോതിലുള്ള പ്രതിസന്ധികളായിരുന്നു ഈ രാജ്യങ്ങൾ അഭിമുഖീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഇനിയും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ.